ഇന്നലെ രാത്രിയിൽ ഇന്ത്യ ലക്ഷ്യമാക്കിയെത്തിയ പാകിസ്ഥാന്റെ 50-ലേറെ ഡ്രോണുകളെ അണുവിട വ്യത്യാസമില്ലാതെ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യൻ സൈന്യം. നമ്മുടെ സൈന്യത്തിന് ഇന്നലെ കരുത്തായ ആയുധങ്ങൾ എന്തൊക്കെ നോക്കാം. ഒന്ന്, L-70 ബോഫോഴ്സ് നിർമ്മിതമായ 40mm ഓട്ടോമാറ്റിക് തോക്കുകൾ. വ്യോമ ഭീഷണി നേരിടുന്നതിനാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളും ഒപ്പം ഡ്രോണുകളും വെടിവെച്ചിടുന്നതിൽ മിടുക്കനാണ് L-70. മാത്രമല്ല, റഡാർ സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയാണ് L-70 ഉപയോഗിച്ചത്. മാത്രമല്ല, ഇതിന്റെ മറ്റൊരു പ്രത്യേകത, മണിക്കൂറിൽ ഏതാണ്ട് 330 റൗണ്ട് വരെ ഫയർ ചെയ്യാൻ കഴിയുന്ന കരുത്തും L-70ക്കുണ്ട്. Zu-23mm സോവിയറ്റ് നിർമ്മിതമായ ഈ ഇരട്ട ബാരൽ ഓട്ടോമാറ്റിക് ബീരങ്കി താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ഡ്രോണുകളെയും കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ വിദഗ്ധനാണ്. ഏതാണ്ട് 2.5 കിലോമീറ്റർ റേഞ്ചിൽ വരെ ഈ ആയുധത്തിന് പ്രവർത്തിക്കാൻ കഴിയും. മറ്റൊന്ന്, ഷിൽക്ക സിസ്റ്റം. 423mm ഓട്ടോ പീരങ്കി ഘടിപ്പിച്ച ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് 20 കിലോമീറ്റർ അകലെയുള്ള ഭീഷണി വരെ നേരിട്ട് തകർക്കാൻ കഴിയും. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ നേരിടുന്നതിനും ഡ്രോണുകളെ നേരിടുന്നതിനും ഷിൽക്ക സിസ്റ്റം വളരെയേറെ ഫലപ്രദമാണ്. ഇവയ്ക്ക് പുറമെ അമേരിക്കൻ നിർമ്മിതമായ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ ഇന്നലെ ഉപയോഗിച്ചു. ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്തും ഇന്ത്യൻ സൈനികരുടെ മനക്കരുത്തും ചേരുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യക്ക് മേൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് വീണ്ടും ഇന്ത്യ തെളിയിക്കുന്നു.